ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരു ബാത്റൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ കൺസീലർ ഫ്രഷ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കണം, കൺസീൽ ചെയ്ത് കൊടുക്കുന്നതാണോ അത് ഭിത്തിക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നതാണോ ഏറ്റവും ഉത്തമം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഹാഫ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് PVC പൈപ്പാണ്, ചൂടുവെള്ളത്തിൻ്റെ പൈപ്പുകളാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഹീറ്ററിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പൈപ്പുകൾ CPC പൈപ്പ് അല്ലാതെ PVC പൈപ്പ് നമ്മൾ കൊടുത്താൽ ഉരുകിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രെയിം നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഇതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് കൺസീൽ ചെയ്ത് അകത്തും വയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രെയിമുള്ള ടൈപ്പ് വേണം നമുക്ക് ഈ കൺസീൽ ഫ്രഷ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും മാറിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. ഇനി അതിന് ശേഷം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഡ്രില്ല് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഡ്രില്ല് ചെയ്ത് ഫിഷർ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ താഴെ ഫ്ലോറിൽ നിന്നും, അതായത് ഏറ്റവും താഴെ ഫ്ലോറിൽ നിന്നും നമുക്ക് ടൈൽ ഫിനിഷ് കഴിയുന്ന സമയത്ത് 14 ഇഞ്ച് നമുക്ക് ഈ ബോൾട്ട് കിട്ടണം. അതായത് താഴെ നിന്നും ഫിനിഷിങ് വരുന്ന സമയത്ത് നമുക്ക് 14 ഇഞ്ചാണ് ഈ ബോൾട്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ടൈലിൻ്റെ ഫിനിഷിങ് കൂടി കയറ്റിയിട്ടിട്ട് വേണം നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റിൽ വെക്കാനായിട്ട്. കാരണം ടൈൽ ചെയ്യുന്നതിന് മുന്നാണ് നമ്മൾ പ്ലംബിങ് ചെയ്യുന്നത്. അപ്പോൾ ടൈൽ മിനിമം ഏകദേശം 2 ഇഞ്ചെങ്കിലും പൊങ്ങി വരും. ഇനി അതല്ല, എത്രയാണ് നമ്മൾ അത് ടൈൽ പൊക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് 14 ഇഞ്ച് നമുക്ക് ഫിനിഷിങ് കിട്ടണം. ഇനി 2 ഹോളുകൾ ഉണ്ടാവും. ഈ 2 സൈഡിൽ ഹോളുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡിൽ ഹോളുണ്ടാവും. അപ്പോൾ ചില ക്ലോസറ്റുകൾ അതിൻ്റെ അകലം വ്യത്യാസം ഉണ്ടാവും, അതായത് ക്ലോസറ്റ് പിടിപ്പിക്കുന്ന അകലം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹാഫ് ഫ്രെയിമിൻ്റെ കൂടെ അത് തന്നിരിക്കുന്നത്. ഇപ്പുറത്തെ ഫ്രെയിമിലേക്ക് മാറ്റിയിടാം, അപ്പുറത്തെ ഫ്രെയിമിലേക്ക് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ അത് ചില ക്ലോസറ്റുകൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അതായത് 2 ബോൾട്ട് തമ്മിൽ ഉറപ്പിക്കുന്ന ബോൾട്ടുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഫ്രെയിമിൽ തന്നിരിക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു വാൽവ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് കൺസീൽഡ് ഫ്ലഷിന് വേണ്ടിയിട്ട് നമ്മളൊരു വാൽവ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഫ്ലഷ് കാര്യങ്ങൾ എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഫ്ലഷ് കംപ്ലൈൻ്റ് ആയി ഫുൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊരു സെപ്പറേറ്റ് വാൽവ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇന്ന് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരെ വന്നതിന് ശേഷം പല കൺസീൽഡ് ഫ്ലഷും പല രീതിയിലാണ് അതിൻ്റെ ഇന്ന് വരാറ്. ഇത് വന്നിരിക്കുന്നത് ഏറ്റവും മുകളിൽ നിന്നാണ് മതിയെങ്കിൽ, ചിലത് വരുന്നത് ജബ്രിറ്റ് മോഡലൊക്കെ ആണെങ്കിൽ സൈഡിൽ നിന്നാണ് വരുന്നത്, റൈറ്റ് സൈഡിൽ നിന്നാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോൾ ജാഗൂറാണ്, ജാഗറിൻ്റെ സെൻറ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വാൽവ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വാൽവ് മൊത്തം കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഫ്ലഷിൽ നിന്ന് വെള്ളം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്തിടേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ മറ്റ് ഏരിയകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് ഒരു വാൽവ് നമ്മുടെ ക്ലോസറ്റിൻ്റെ അല്ലെങ്കിൽ കൺസീൽ ഫ്ലഷിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഏകദേശം 14 ഇഞ്ച് ഫിനിഷിങ് നമുക്ക് ടൈൽ ഫിനിഷിങ്ങിന് ശേഷം 14 ഇഞ്ച് നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ബോൾട്ടിൻ്റെ അകലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇടുന്ന ഇതുപോലെ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.